ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വോയിസ് ഓഫ് ദേവയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ലെമൺ റൈസിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് അരി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ബസ്മതി റൈസ് 1.5 കപ്പ് എടുത്തിട്ട് അപ്പോൾ ഇതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് ഒരു മീഡിയം ലെവലിലൊന്ന് കുക്ക് ചെയ്ത് വെക്കാവേ. ഇനി ഇതിലായിട്ട് ആവശ്യമായ എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കിയാലോ. ഒരു നാരങ്ങ, കുറച്ച് മല്ലിയില, കടല, ഉഴുന്ന്, പരിപ്പ്, മുളക്, കറിവേപ്പില, ഇഞ്ചി, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വേണ്ടത്. അതിനുശേഷം ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പയിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പയിൽ വെച്ചു. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് ചറപറ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് ഉഴുന്നിട്ടിട്ട് നമ്മുടെ പരിപ്പും കടലയും ഒക്കെ നമുക്കങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ വഴണ്ടി വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്കങ്ങ് ഇളക്കങ്ങ് തുടങ്ങിയാലോ. പിന്നെ അതിന് കുറച്ച് മുളകും കൂടെ ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് ഇളക്കങ്ങ് തുടങ്ങാം. നമ്മുടെ മെയിൻ പരിപാടിയാണേ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് മെയിൻ പരിപാടി തുടങ്ങാൻ പോവായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ ഇഞ്ചിയാണ് ഇട്ടെടുത്തത്. അപ്പോൾ നമുക്ക് നല്ലോണം ഇളക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ കുറച്ച് പച്ചമുളകും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തണ്ടേ. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ നാരങ്ങയുടെ കയ്പൊക്കെ വരും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ച്. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് കായംപൊടി ഇട്ട് കൊടുക്കാം. കായംപൊടി ഇട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി റൈസ് ഇട്ടിട്ട് നല്ല രീതിക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇളക്കലങ്ങ് തുടങ്ങുവാണേ. നമുക്ക് ചെറു തീയിൽ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കഴിക്കാം. നമുക്ക് ഉണ്ടാക്കിയ ലെമൺ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിനും ഫ്ലേവർ കയറിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.